അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1350, സൂറത്ത് യൂനുസ് 104 മുതൽ 109 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل يا أيها الناس إن كنتم في شك من ديني فلا أعبد الذين تعبدون من دون الله ولكن أعبد الله الذي يتوفاكم وأمرت أن أكون من المؤمنين وأن أقم وجهك للدين حنيفا ولا تكونن من المشركين ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله يصيب به من يشاء من عباده وهو الغفور الرحيم. قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل واتبع ما يوحى إليك واصبر حتى يحكم الله وهو خير الحاكمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ഖുൽ നബി അങ്ങ് പറയുക, യാ അയ്യുഹന്നാസു ജനങ്ങളെ, ഇൻ കുന്തും ഫീ ശക്കിൻ മിൻ ദീനി, എന്റെ മതത്തെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, ഇത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുന്നു, ഫലാ അഅ്ബുദുല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ ഒന്നും ഞാൻ ആരാധിക്കുകയില്ല. വലാക്കിൻ പക്ഷേ അഅ്ബുദുല്ലാഹല്ലദീ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്ന അള്ളാഹുവിനെ ഞാൻ ആരാധിക്കും. വഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ ഞാൻ ഉൾപ്പെടാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഅൻ അഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, തെറ്റായ ചിന്തകളിൽ നിന്നെല്ലാം ശരിയായ മതത്തിലേക്ക് എന്റെ മുഖത്തെ ശരിയാക്കി നിർത്താനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, തങ്ങൾ ബഹുദൈവാരാധകന്മാരിൽ പെടാനേ പാടില്ല എന്നും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നബിയെ തങ്ങൾ അള്ളാഹുവിന് പുറമെ അവർ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ തങ്ങൾ ആരാധിക്കരുത്. ഫൈൻ ഫഅൽത, തങ്ങൾ അങ്ങനെ ചെയ്താൽ ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, തീർച്ചയായിട്ടും തങ്ങൾ അക്രമികളിൽ പെട്ടുപോവുക തന്നെ ചെയ്യും. വയ്യംസസ്കല്ലാഹു ബിദുർരിൻ, തങ്ങൾക്ക് അല്ലാഹു വല്ല ബുദ്ധിമുട്ടും തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണെങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, ആ ബുദ്ധിമുട്ട് നീക്കാൻ അവനല്ലാതെ സാധിക്കില്ല. വയ്യുരിദുക ബിഖൈരിൻ, തങ്ങൾക്ക് വല്ല നന്മയും അല്ലാഹു ഉദ്ദേശിച്ചാൽ ഫലാ റാദ്ദ ലിഫളിഹി, അല്ലാഹുവിന്റെ ഔദാര്യത്തെ തട്ടിക്കളയാനും ഒരാളെ കൊണ്ടുമാവില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല അത് നൽകും. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ വല്ലാതെ പൊറുക്കുന്നവനും വലിയ കാരുണ്യവാനുമാകുന്നു. ഖുൽ നബിയാങ് പറയുക, യാ അയ്യുഹന്നാസു ജനങ്ങളെ, ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് നിശ്ചയം വന്നു കഴിഞ്ഞു. ഫമൻ ഇഹ്തദാ, അതുകൊണ്ട് ആരെങ്കിലും സന്മാർഗം സിദ്ധിച്ചാൽ ഫഇന്നമാ യഹ്തദീ ലിനഫ്സിഹി, അവന് വേണ്ടി തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചിരിക്കുന്നത്. ഒന്നല്ല, ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ ഫഇന്നമാ യദില്ലു അലൈഹ, അവനെതിരെ തന്നെയാണ് അവന്റെ വഴിതെറ്റൽ ഉണ്ടായിട്ടുള്ളത്. വമാ അന അലൈക്കും ബിവക്കീൽ, ഞാൻ നിങ്ങളുടെ മേലിൽ ഒന്നും ഏൽപ്പിക്കപ്പെട്ടവനല്ല. ചാൽ നിങ്ങളൊക്കെ വിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്നത് എന്റെ പണിയല്ല എന്ന് പറയാൻ അള്ളാഹു കൽപ്പിച്ചു.
വത്തബിയുമായ യൂഹായിലേക്ക് നബിയെ തങ്ങളിലേക്ക് ദിവ്യബോധനം നൽകപ്പെട്ടത് തങ്ങൾ പിന്തുടരുക. വസ്ബിർ അതിനെതിരിൽ വരുന്ന പ്രയാസങ്ങളെ തങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. ഹത്താ യഹ്കും അല്ലാഹു തആല വിധി കൽപ്പിക്കുന്നത് വരെ. വഹുവ ഖൈറുൽ ഹാക്കിമീൻ അവനാണ് വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമൻ. സൂറത്ത് യൂനുസ് ഇവിടെ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ വേണ്ടി നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ചില നയപ്രഖ്യാപനമാണ് ഇവിടെ വരുന്നത്. കുൽ നബിയെ അങ്ങ് പറയുക, യാ അയ്യുഹന്നാസോ ജനങ്ങളെ, ഇൻ കുൻതും ഫീ ശക്കിൻ മിൻ ദീനി എന്റെ ദീനിനെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ഏകദൈവ സിദ്ധാന്തം കൃത്യമായി ഉദ്ഘോഷിക്കുകയും ബഹുദൈവത്വം എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ വന്നത്. പക്ഷേ ബഹുദൈവ വിശ്വാസത്തിൽ മൂടുറച്ചു പോയൊരു സമൂഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സമുദ്ധാരണ പ്രവർത്തനങ്ങളോട് തീരെ യോജിക്കാനാകുന്നില്ല. ഞങ്ങളുടെ ഈ ദൈവങ്ങളൊക്കെ കൂടെ ഞങ്ങൾ ഉപേക്ഷിച്ച് ഒരൊറ്റ ദൈവത്തിന്റെ പിന്നാലെ പോകാനോ ഇംപോസിബിൾ, ഇതായിരുന്നു അവരുടെ നിലപാട്. ഖുർആനിൽ തന്നെ അല്ലാഹു തആല അവരുടെ നിലപാടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അഇന്നാല താരിഖു ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ, ഭ്രാന്തനും കവിത ചൊല്ലുന്നവരുമായ മുഹമ്മദ് നബിക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവങ്ങളൊക്കെ ഉപേക്ഷിക്കാനോ സാധ്യമല്ല എന്നവർ പറഞ്ഞു. അത്ഭുതം കൂറിക്കൊണ്ടവർ ചോദിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഈ ദൈവങ്ങളൊക്കെ കൂടി മുഹമ്മദ് നബി ഒറ്റ ദൈവമാക്കി സംശീകരിച്ചുവോ? അത്ഭുതമായിരിക്കുന്നു, ഇതൊന്നും നടക്കണ കാര്യമല്ല. ഇത്രയും ദൈവങ്ങൾ ഉണ്ടായിട്ട് നമ്മളെ കാര്യങ്ങളും നേരാവണ്ണം മുന്നോട്ട് പോണില്ല. പിന്നെയാണോ ഇതെല്ലാം കൂടെ ഒറ്റ ദൈവത്തിന്റെ തലയിലേക്ക് വെച്ചുകൊടുത്താൽ കാര്യങ്ങൾ സ്മൂത്തായി നടക്കുക എന്ന വളരെ മോശമായിട്ടുള്ള ചോദ്യം ചോദിച്ചവരാണവർ. അപ്പൊ ആ ആളുകൾക്ക് ഏകദൈവ സിദ്ധാന്തം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഉൾക്കൊള്ളാനാവില്ല എന്നത് ഉറപ്പന്നല്ലേ. വൈദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ഖുർആൻ തന്നെ പറയുന്നുണ്ട് അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രം എന്ന തൗഹീദിന്റെ സന്ദേശം അവരോട് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അത് ഉൾക്കൊള്ളാനാവാതെ ആക്സെപ്റ്റ് ചെയ്യാനാവാതെ അവർ അഹങ്കരിക്കുകയാണ് ചെയ്യുക. ഇത് പറയാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് കൃത്യമായിട്ട് അവർ നിലപാടെടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നബിതങ്ങൾ കൊണ്ടുവരുന്ന ഏകദൈവ സിദ്ധാന്തത്തിന്റെ ആ ആശയത്തെ, ആ പോളിസിയെ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വിധം അവർ നബിതങ്ങളുടെ എതിരിൽ നിലയുറപ്പിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വളരെ ചടുലമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നബിയെ തങ്ങൾ പറയുക അവരോട്, യാ അയ്യുഹന്നാസോ ജനങ്ങളെ, ഇൻ കുൻതും ഫീ ശക്കിൻ മിൻ ദീനി എന്റെ മതത്തെ സംബന്ധിച്ച് നിങ്ങൾ സംശയത്തിലാണെങ്കിൽ, അഥവാ നിങ്ങൾ ഈ പറയുന്ന ബഹുദൈവത്വം അതാണ് ശരി, മറിച്ച് ഏകദൈവ സിദ്ധാന്തം ശരിയല്ല എന്ന നിലപാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആ നിലപാടായിട്ട് പോകാം. പക്ഷേ എന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ഫലാ അഅ്ബുദുല്ലദീന തഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തെയും ഞാൻ ആരാധിക്കുകയില്ല. ഒരു ദൈവത്തെയും ഞാൻ ആരാധിക്കുകയില്ലെന്ന് മാത്രമല്ല, വലാകിൻ അഅ്ബുദുല്ലാഹല്ലദീ യതവഫാക്കും, നിങ്ങളെ മരിപ്പിക്കുന്ന, നിങ്ങളെ ജീവിപ്പിച്ചതുപോലെ നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്ന നാഥനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ എന്നെ കിട്ടുകയില്ല എന്നത് തന്നെയാണ് എന്റെ മതം. ഈ മതത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയമായിട്ട് നടക്കാം, പക്ഷെ എന്റെ നിലപാടിൽ മാറ്റമില്ല. കാരണം നിങ്ങളെ ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലാഹുവാണ്. ഈ ജീവിതത്തിലെ നിങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ച സമയം കഴിഞ്ഞാൽ നിങ്ങളെ മരിപ്പിക്കുന്നതും അവനാണ്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയ്ക്ക് വേണ്ടി നിങ്ങളെ ഹാജരാക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ. മറ്റൊരു ദൈവത്തെ നിങ്ങൾ പറയുന്നത് പോലുള്ള ഒരു ദൈവത്തെയും ഞാൻ ആരാധിക്കുകയില്ല. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്, ഞാൻ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കൂ, മറ്റൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുകയില്ല. ഇനി ഫൈൻ കാനത്ത് ആലിഹത്തുകുമുല്ലത്തി തദ്ഊന മിൻ ദൂനില്ലാഹി ഹഖ്ഖാ, നിങ്ങളുടെ വാദമനുസരിച്ച് ഞാൻ പറയുന്ന അല്ലാഹു അല്ലാത്ത വേറെയും ദൈവങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ നിങ്ങളോട് ഞാനൊരു വെല്ലുവിളി കൂടി നടത്തുന്നു. ഫഅന ലാ അഅ്ബുദുഹാ, നിങ്ങളാ പറയുന്ന ദൈവങ്ങളെ ഞാൻ ആരാധിക്കാൻ എനിക്ക് മനസ്സില്ല. അതുകൊണ്ട് ഫദ്ഉഹാ ഫൽതദുറനി, ആ ദൈവങ്ങളെ നിങ്ങൾ വിളിക്കൂ, എന്നിട്ട് ആ ദൈവങ്ങളോട് നിങ്ങൾ എന്നെപ്പറ്റി കംപ്ലൈന്റ് പറയൂ.
ഫൽതദുറനി, ആ ദൈവങ്ങൾ എനിക്ക് വല്ല ബുദ്ധിമുട്ടും വരുത്തട്ടെ, കാണാമല്ലോ. ഫഇന്നഹാ ലാ തദുറു വലാ തൻഫഉ, ആ ദൈവങ്ങൾ ഒരു ഉപദ്രവമാകട്ടെ ഒരു ഉപകാരമാവട്ടെ ചെയ്യില്ല. നിങ്ങൾ പറയുന്ന അള്ളാഹുവിന് പുറമെയുള്ള ദൈവങ്ങൾക്ക് നിങ്ങൾ ആരാധിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും നേട്ടമോ, ആരാധിക്കാതെ നിങ്ങൾ അവഗണിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരിതമോ സമ്മാനിക്കാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. വഇന്നമല്ലദീ ബിയദിഹിൽ ദുർറു വന്നഫഉ വല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, മറിച്ച് ഉപകാരങ്ങളും ഉപദ്രവങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണുള്ളത്, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ. വഉമിർതു അൻ അകൂന മിനൽ മുഅ്മിനീൻ, ഞാൻ ആ അള്ളാഹുവിനെ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിലായി തീരാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഏകദൈവ സിദ്ധാന്തത്തിൽ നിന്ന് അണുവളവ് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. ബഹുദൈവത്വത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് ചെന്നു ചേരാനും ഞാൻ തയ്യാറല്ല. അങ്ങനെ നിങ്ങൾ പറയുന്ന ദൈവങ്ങളെ അവഗണിച്ചതിന്റെ പേരിൽ എന്നെ വല്ലതും ചെയ്യാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ദൈവങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കൂ, നിങ്ങൾ പറയുന്നതിൽ വല്ല ആത്മാർത്ഥതയുമുണ്ടെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാനാണ് അല്ലാഹു തആല നിർദ്ദേശിച്ചത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ശരിയായ മതത്തെ തെറ്റായ ചിന്തകളിൽ നിന്നെല്ലാം ശരിയായ മതത്തിലേക്ക് എന്നെ തന്നെ ഞാൻ സ്റ്റഡിയാക്കി നിർത്താനും അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, തങ്ങൾ ഒരിക്കലും തന്നെ ബഹുദൈവാരാധകന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അതാണ് ശരിയായ മതം, ഋജുവായ മതം അതാണ്. ആ മതത്തിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമാണ് ബഹുദൈവത്വം, ഒന്നിലധികം അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുക എന്നത്. കാരണം അതിന് രേഖയില്ല, അതിന് തെളിവുമില്ല, ആ പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചത് കാണാം. ഫഹാദാ ഖുലാസത്തു ദീനി ഇഅ്തിഖാദൻ വഅമലൻ ഫഅരിളുഹാ അലൽ അഖ്ലി الصرഫി വൻദുറൂ ഫീഹാ ബിഐനിൽ ഇൻസാഫ് ലിതഅലമു സിഹ്ഹതഹാ. ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്: എന്റെ മതത്തിന്റെ ആശയം വിശ്വാസപരമായും കർമ്മപരമായും ഇതൊക്കെയാണ്. അതായത് അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ, കാരണം ഉപദ്രവം ചെയ്യാനും ഉപകാരം ചെയ്യാനും അവനെ സാധിക്കൂ. അവൻ എനിക്ക് വല്ല ഉപകാരവും ചെയ്യാൻ തീരുമാനിച്ചാൽ ആ ഉപകാരത്തെ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. എനിക്ക് വല്ല ഉപദ്രവം ഉണ്ടാക്കാനാണ് അവന്റെ തീരുമാനമെങ്കിൽ അവന്റെ അനുമതിയില്ലാതെ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും ആരെ കൊണ്ടുമാവില്ല. അതുകൊണ്ട് അതെന്റെ വിശ്വാസമാണ്, അതിനനുസരിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്ന കർമ്മമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന സംഗതി നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിലൊന്ന് വിലയിരുത്തി നോക്കൂ. മറ്റുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറ്റിവെച്ച്, മുൻവിധികളെല്ലാം മാറ്റിവെച്ച് നിങ്ങളുടെ ശരിയായ ബുദ്ധി കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതാണ് വൻദുറൂ ഫീഹാ ബിഐനിൽ ഇൻസാഫ്, നിഷ്പക്ഷതയുടെ കണ്ണുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആലോചിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നത് ശരിയാണോ? ഞങ്ങൾ തന്നെ കൈകൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന ഷെയ്പ്പാക്കുന്ന വസ്തുക്കൾ ദൈവങ്ങളാണ് എന്ന് പറയുന്നതിൽ യുക്തിയുണ്ടോ, അതിന് ലോജിക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് എന്ത്? വഹുവ അന്നീ ലാ അഅ്ബുദു മാ തഖ്തലിഖൂനഹു വതഅബ്ദൂനഹു, നിങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് നിങ്ങൾ ആരാധന അർപ്പിക്കുകയും ചെയ്യുന്ന വസ്തുക്കളെ ഒന്നും ഞാൻ ആരാധിക്കുകയില്ല. മറിച്ച് വലാകിൻ അഅ്ബുദു ഖാലിഖകുമുല്ലദീ ഹുവ യൂജിദുകും വയതവഫാകും, നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം ഇബ്നു ബൈളാവി തങ്ങൾ രേഖപ്പെടുത്തുന്നത്, നിങ്ങളുടെ ബുദ്ധി കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ തന്നെ ഷെയ്പ്പാക്കിയ, നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കിയ വസ്തുക്കൾ, ആ വസ്തുക്കൾക്ക് നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസത്തിന്റെ പൊള്ളത്തരം എന്തുമാത്രമുണ്ട് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന, എന്നെയും നിങ്ങളെയും ഒക്കെ ജനിപ്പിച്ച, ഇനി നമ്മളെല്ലാം മരിപ്പിക്കുന്ന, വീണ്ടും അവരിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന, എന്തും വിചാരിച്ചത് നടത്താൻ കഴിവുള്ള അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. അതെന്നോട് കൽപ്പിക്കപ്പെട്ട സംഗതിയാണ്. ഞാൻ ശിർക്ക് ചെയ്യുന്നവരിൽ പെടാനേ പാടില്ല എന്നും എന്നോട് കൽപ്പനയുണ്ട്. അതോടൊപ്പം അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാ തദ്ഉ മിൻ ദൂനില്ലാഹ്,
അള്ളാഹുവിന് പുറമെ തങ്ങൾ ആരാധിക്കരുത്. മാലായം ഫഴുക്കവല യദുറുക, തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഒന്നിനെയും തങ്ങൾ ആരാധിക്കരുത് നബിയെ. ഫൈൻ ഫഅൽത, അങ്ങനെ തങ്ങൾ ചെയ്താൽ ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, ആ സമയത്ത് തങ്ങൾ അക്രമികളിൽപ്പെട്ടവനായി തീരും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് അല്ലാഹു തആല പറയുന്നത് ശിർക്ക് തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ തന്നെ എന്താകും, തങ്ങൾ പരാജയപ്പെട്ടു പോകും. അതായത് ഒരിക്കലും അല്ലാഹു തആല അത് പുറത്തു തരില്ല ആർക്കും. അത് നബിതങ്ങളിൽ നിന്നൊരിക്കലും അത് ഉണ്ടാവുകയും ഇല്ല. മറിച്ച് അതിന്റെ ഗൗരവം കാണിക്കാൻ വേണ്ടി തങ്ങൾ തന്നെ ചെയ്താലും, ഒരു സ്ഥലത്തും അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈൻ അസ്റക്ത ലയഹ്ബതന്ന അമലുക്ക്, തങ്ങൾ തന്നെ ശിർക്ക് ചെയ്താലും തങ്ങളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു പോവുകയും തങ്ങൾ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുമെന്ന് അതിനെ പടി സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അല്ലാഹു പറയാണ്, വയ്യം സസ്കല്ലാഹു ബിദുർരിൻ, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല ബുദ്ധിമുട്ടും ഏൽപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, ആ ബുദ്ധിമുട്ട് നീക്കാൻ അല്ലാഹുവിനല്ലാതെ സാധിക്കില്ല. അതേസമയത്ത് വയ്യുരിദുക ബിഖൈരിൻ, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല നന്മയും ഉദ്ദേശിച്ചാലോ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവന്റെ ഔദാര്യത്തെ തടയാനും ഒരാളെ കൊണ്ടും സാധിക്കില്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹം നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരിതങ്ങൾ നൽകും. എന്ത് നൽകിയാലും ആ നൽകുന്നത് ആർക്കെന്ത് നൽകണമെന്ന് തീരുമാനിക്കാനുള്ള ഫൈനൽ അതോറിറ്റി അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ തീരുമാനത്തെ മറികടന്നുകൊണ്ടോ ആ തീരുമാനത്തെ ക്യാൻസൽ ചെയ്തുകൊണ്ടോ മറ്റൊരു തീരുമാനം അടിച്ചേൽപ്പിക്കാനോ നടപ്പാക്കാനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. വഹുവൽ ഗഫൂറുർ റഹീം, അവൻ അല്ലാഹു തആല അടിമകൾക്ക് വല്ലാതെ പൊറുക്കുന്നവൻ, അവനോട് കാരുണ്യമുള്ളവനും തന്നെയാണ്. ആ കാരുണ്യം ഏറ്റുവാങ്ങാൻ അവൻ പറഞ്ഞതുപോലെ അവനെ മാത്രം ആരാധിച്ച് അവനല്ലാത്ത മറ്റൊന്നിനെയും അവനോട് സാമ്യപ്പെടുത്താതെ തുല്യപ്പെടുത്താതെ ജീവിതത്തെ ക്രമീകരിച്ച് അവൻ അനുവദിക്കുന്ന സംവിധാനങ്ങളിലൂടെ മാത്രം മുന്നോട്ടു പോകുന്ന ശൈലി സ്വീകരിക്കണം. അവിടെയാണ് വിജയമുള്ളത് എന്ന് മനസ്സിലാക്കണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ നമുക്ക് കാണാം, ഉത്ലുബുൽ ഖൈറ ദഹറക്കും കുല്ല, നിങ്ങളുടെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സമയങ്ങളിലും നിങ്ങൾ അള്ളാഹുവിനോട് നന്മ ആവശ്യപ്പെടണം. വതഅറദൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ചില പ്രത്യേകമായിട്ടുള്ള ഒഴുക്കിന്റെ സമയമുണ്ട്. ആ സമയങ്ങളിലേക്ക് നിങ്ങൾ പ്രത്യക്ഷപ്പെടണം. ഫഇന്ന ലില്ലാഹി നഫഹാത്തി മിർ റഹ്മത്തി, അള്ളാഹു തആല അവന്റെ കാരുണ്യം അടിമകളിലേക്ക് വല്ലാതെ പ്രസരിപ്പിക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകും. വസ്അലൂഹു, അതുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. അയ്യസ്തുറാഉറാത്തിക്കും, നിങ്ങളുടെ സ്വകാര്യതകൾ അതിൽ നിങ്ങളെ വഷളാക്കാൻ അല്ലാഹു തആല മറച്ചുവെക്കാനും മിൻ റവാത്തിക്കും, നിങ്ങളുടെ വിഷമങ്ങളും ബേജാറുകളിലുമെല്ലാം നിങ്ങൾക്ക് അല്ലാഹു തആല നിർഭയത്വത്തിന്റെ സന്തോഷം നൽകാനും അവനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം എന്ന ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹുവാണ് കാരുണ്യവാൻ, അവന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം. ആ കാരുണ്യത്തിന്റെ വിവിധ സന്ദർഭങ്ങൾ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ആ സമയങ്ങളെ, ആ പുണ്യങ്ങളുടെ വേലിയേറ്റത്തിനു പറ്റിയ അവസരങ്ങളെ അതൊക്കെ നിങ്ങൾ നന്നായി ഉപയോഗപ്പെടുത്തണം. ഇതാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ നബിയെ തങ്ങൾ പറയുക, യാ അയ്യുഹന്നാസോ ജനങ്ങളെ, ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള സത്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വിശുദ്ധ ഖുർആനും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇസ്ലാം എന്ന് പറയുന്ന ദീനും അതൊക്കെ ആ സത്യത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഫമൻ ഇഹ്തദ, ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി, അവന് വേണ്ടി തന്നെയാണ് സന്മാർഗത്തിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിന്റെ സന്ദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്ബോധനങ്ങളും ഇസ്ലാം മതത്തിന്റെ പോളിസികളും ഒരാൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം അവന് തന്നെ അനുഭവിക്കാൻ പറ്റും. അതേസമയത്ത് ഒന്നല്ല, ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ ഖുർആനിനെ അവഗണിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരാകരിക്കുന്നു, ഇസ്ലാം മതത്തിന്റെ കൽപ്പനകളെ വെല്ലുവിളിക്കുന്നു, അങ്ങനെ ഒരാൾ മാർഗഭ്രംശം സംഭവിച്ചു പോവുകയാണെങ്കിൽ ഫഇന്നമാ യളില്ലു അലൈഹ, അവനെതിരെ തന്നെയാണ് അവൻ മാർഗം തെറ്റി സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ ദുരിതം നാളെ നരകത്തിലെത്തി ശിക്ഷ അനുഭവിക്കേണ്ട ഗതികേടിലേക്ക് അവനെത്തും. ഒമാന അലൈക്കും ബിവക്കീൽ, ഞാൻ നിങ്ങളുടെ പേരിൽ ഏൽപ്പിക്കപ്പെട്ടവനല്ല. ചാൽ നിങ്ങൾ ഓരോരുത്തരെയും വിശ്വാസത്തിലേക്ക് എത്തിക്കുക എന്നത് എന്റെ കടമയല്ല എന്നർത്ഥം. മറിച്ച് എന്റെ ബാധ്യത നിങ്ങൾക്ക് ഈ സന്ദേശം കൈമാറലാണ്, ഈ സത്യം നിങ്ങളുടെ മുന്നിൽ അറിയിക്കലാണ്.
ആ പണി ഞാൻ കൃത്യമായിട്ട് നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നാവുന്നതും നന്നാവാതിരിക്കുന്നതും നിങ്ങളുടെ കാര്യം. നന്നായാൽ നിങ്ങൾക്ക് കൊള്ളാം, നന്നാവുന്നില്ലെങ്കിൽ അതിന്റെ ദുരിതം നിങ്ങൾ തന്നെ ഏറ്റെടുത്തുകൊള്ളുക എന്ന് പറയാനാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, വത്തമയമായ വഹായിലേക്ക്, നബിയെ തങ്ങളിലേക്ക് വഹി അറിയിക്കപ്പെട്ട കാര്യങ്ങൾ അത് തങ്ങൾ പിന്തുടരുക. വസ്ബിർ, അത് നടപ്പാക്കുന്ന രംഗത്ത് വരുന്ന പ്രയാസങ്ങൾ തങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. ഹത്താ യഹ്കുമല്ലാഹ്, അല്ലാഹു തആല വിധിക്കുന്നതുവരെ. വഹുവ ഖൈറുൽ ഹാക്കിമീൻ, അവനാണ് വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമന്മാർ. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഈ വിശ്വാസത്തിന്റേതായിട്ടുള്ള പ്രബോധനവും പ്രവർത്തനങ്ങളും അതൊരു നിശ്ചിതമായിട്ടുള്ള പര്യവസാനത്തിലേക്ക്, സന്തോഷകരമായ ഒരു ക്ലൈമാക്സിലേക്ക് അല്ലാഹു തആല എത്തിക്കും. അതിനു മുമ്പ് ചില പ്രയാസങ്ങളൊക്കെ ഈ പ്രബോധനത്തിന്റെ രംഗത്ത് സഹിക്കേണ്ടി വന്നാൽ അതൊക്കെ ക്ഷമയോടുകൂടെ നേരിടുകയും പടച്ചവന്റെ പൊരുത്തത്തിനായി തങ്ങൾ പ്രവർത്തന രംഗത്ത് മുന്നേറുകയും ചെയ്യുക. അല്ലാഹു തആല എന്തായാലും തങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന ഒരു ഓഫറാണ് ഇതിനുള്ളത്. അങ്ങനെ ഈ സൂറത്ത് അവസാനിക്കുകയാണ്. ഒട്ടനവധി ഉത്ബോധനങ്ങൾ നമ്മൾ ഈ സൂറത്തിൽ കണ്ടു. ഒരുപാട് നിർദ്ദേശങ്ങളും ഒരുപാട് ഉപദേശങ്ങളും നമ്മൾ കണ്ടു. ഒക്കെ എന്റെ ചുരുക്കം, അള്ളാഹു ആകുന്ന യജമാനൻ അവന്റെ അടിമകൾക്ക് പൊരുത്തപ്പെട്ടു നൽകിയ മഹത്തായ ദീനിന്റെ ആശയങ്ങൾ, അതോടൊപ്പം തന്നെ ആ ആശയങ്ങളെ കൃത്യമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ ഉത്ബോധനങ്ങളും അതേപോലെ ഖുർആനിന്റെ ആശയങ്ങളും സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായി വിശദീകരിച്ചു കൊടുത്ത് അവരുടെ ഇടയിലേക്ക് സമുദ്ധാരണ പ്രവർത്തനത്തിന്റെ ആൾരൂപമായി കടന്നുവന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന കാരുണ്യത്തിന്റെ നിറകുടമായ പ്രവാചകർ സമൂഹത്തിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചു. അവരെല്ലാവരും വിശ്വാസത്തിന്റെ രാജവീതിയിലേക്ക് കടന്നുവരണമെന്ന് അഭിലഷിച്ചു. പ്രവർത്തന രംഗത്ത് ത്യാഗങ്ങളുടെ വല്ലാത്ത ചരിത്രങ്ങൾ രചിച്ച ആ നബിതങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ കടമയും ബാധ്യതയും നമുക്കുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് ഭാഗ്യവും തൗഫീഖും നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ നബിയിൽ മുസ്തഫ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.